അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷം സമാധാനമായിട്ട് മറവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടുക്കള കാണലിൽ വന്നാണ് പുതിയാപ്പളുടെ വീട്ടിലെത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുക്കള കാണാനുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പന്തലിക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ 1:30 മണിയായിട്ടുണ്ട്. അതാണ് അവർ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ. പിന്നെ അവരുടെ കുടുംബത്തിലുള്ളൊരു മരുവാളെ ഉമ്മ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളത് കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. നമ്മൾ എല്ലാവരും പെട്ടെന്ന് ഇത് ഒഴിവാക്കി കൊടുക്കണ്ടേ, പരിപാടി വെക്കുകയും ചെയ്ത് പിന്നെ പെട്ടെന്നുള്ള മരണം കൂടെ ഉണ്ടായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ്. അല്ല, ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോണതാണ്. നീല ഷർട്ടിട്ട് പോയതാണ് പുതിയാപ്പിള. പിന്നെ നമുക്കിന്ന് കല്യാണമുണ്ട്. മോളെ ഇളച്ചൻ്റെ കല്യാണമാണ്. ഞാൻ നിക്കാഹ് ആദ്യം കഴിഞ്ഞു. 1 കൊല്ലം 1.5 കൊല്ലം മുന്നേ നിക്കാഹൊക്കെ കഴിഞ്ഞ കല്യാണമാണ്. ഇന്നലെയും മിഞ്ഞാന്ന് 4 നാളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ അല്ലായിരുന്നു, മോളെ കുടിയിരിക്കലൊക്കെ ആയിട്ട്. പിന്നെ ഇതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അതിന് നമുക്ക് പോകണം. അപ്പോൾ ആദ്യം ഇതിന് വന്നാണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ ചോദിച്ചു. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കഴുകി പുഡിങ്ങിൻ്റെ സ്ഥലത്തെത്തി. അവിടുന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വാങ്ങി അതും കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കണം. ഇതാണ് പുതിയാപ്പളുടെ വീട് കേട്ടോ. അവരാരും വരുന്നില്ല, അവരൊക്കെ ഇവിടെക്കുണ്ട്. നമ്മളെ വീട്ടിലുള്ളവർ മറ്റവരൊക്കെ ആങ്ങളാരുടെ കുട്ടികളും എല്ലാവരും പോയിട്ടുണ്ട് കല്യാണത്തിന്. ഞങ്ങൾ 4 പേര് മാത്രം, ഞാനും എൻ്റെ 3 നാത്തൂന്മാർ മാത്രമേ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ഞങ്ങൾ ഇനി വൈകുന്നേരം പുതിയ വരുവോളം കല്യാണമല്ലേ, പോയി ഒന്ന് പങ്കെടുക്കാതുള്ളതുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ കയറി ഞങ്ങോട്ട് പോവുകയാണ്. ഇത് നടുവിലങ്ങാടി താഴെപ്പാലാണ് ഇവിടെ ഈ പരിപാടി ഉള്ളത്. നമുക്ക് പോകാനുള്ളത് ആലത്തൂർ കളത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമുക്ക് അവിടേക്ക് വേഗം പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടാണ് 4 പേരും കൂടെ. അവിടെ എത്തിയപ്പോൾ പുതിയാപ്പിള പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോക്കെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് പുതിയാപ്പിള പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. അപ്പോൾ അവരെല്ലാവരും പോയതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ആൾക്കൊന്ന് അപ്പോൾ ആരും ഇല്ല, കുറച്ച് വയസ്സന്മാരും ഞങ്ങൾക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ എല്ലാവരും കൊണ്ട് അടക്കി പോവുകയല്ലേ കല്യാണത്തിന്. പേടിയിട്ട് വിജയൻ്റെ ഒപ്പം ആയാലും പേടി പോവുകയാണെങ്കിലൊക്കെ അങ്ങനെയോട് പോകും. വിജയന് വരുന്നുണ്ട് ഇപ്പം. കുട്ടികൾ ഒക്കെയും പൂവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ കറുത്ത ഷർട്ടിട്ട 2 കുട്ടികളും എൻ്റെ പേരക്കുട്ടികളാണ്. മറ്റേക്കാരും മൂത്താപ്പാരുടെ പേരക്കുട്ടികളും. അപ്പോൾ വിജയന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിജയനും അവർ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയനാണ് ആദ്യം പൊക്ക കൊടുക്കുന്നത്. രണ്ടും കൂടെ ഒരു പൊക്ക കൊടുക്കാൻ പറഞ്ഞപ്പോൾ പൊക്ക കൊടുത്ത് കയ്യൊക്കെ കൊടുത്ത് എന്താപ്പോൾ കഥാച്ചിട്ടുള്ള നോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണ്ട കല്യാണം എന്നൊക്കെ. മൂത്തവർ പിന്നെ അവന് മറ്റൊന്നും കൊടുത്ത് പൊക്ക. മറ്റവരൊക്കെ ഓരോ റോസാപ്പൂ പോയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല സൈലൻ്റ് കല്യാണം കേട്ടോ. നമ്മൾ പഴയ മയില് കൊട്ടും പാട്ടും ഒച്ചയും ബഹളങ്ങളൊന്നും ഇല്ലാത്ത സൈലൻ്റ് കല്യാണമാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ ഇതിനനുസരിച്ചൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, ഒച്ചപ്പാടുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ ആൾക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ടാ. കല്യാണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. വിജയനും വിജാപ്പിളും കൂടെ പിന്നെ സ്റ്റേജിലേക്ക് പോവുകയാണ്.
അവരൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. ഒട്ടും പാട്ട് കുറച്ചും കൂടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല സ്റ്റേജിന്. അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് പറഞ്ഞ ദിവസമാണ്. അപ്പോൾ എല്ലാവരും റിസൾട്ടും വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ കുറേ കുട്ടികളുണ്ട്. ഏട്ടൻ്റെ പേരക്കുട്ടി, അമ്മേൻ്റെ പേരക്കുട്ടികൾ, അയൽവാസത്തെ കുട്ടികൾ എല്ലാവരും ഇന്ന് 10ാം ക്ലാസ്സിൽ 4-5 കുട്ടികളുണ്ട് കേട്ടോ. ഒരു ഏട്ടൻ്റെ പേരക്കുട്ടിക്ക് 10 A+ ഉണ്ട്. പിന്നെ അമ്മേൻ്റെ പേരക്കുട്ടികൾക്ക് ഒരാൾക്ക് 8 A+, ഒരാൾക്ക് 9 A+, അയൽവാസിയുടെ കുട്ടിക്ക് 7 A+, വേറെ കുട്ടിക്ക് 1 A+. എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അവർ എന്താണോ ഇനി അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കണം അത് അവർക്ക് അള്ളാഹു സാധിച്ചു കൊടുക്കട്ടെ അല്ലേ. എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു മാർക്ക് നേടി ഇനി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് ചേർത്ത്. അപ്പോൾ പുതിയണ്ണും പുതിയാപ്പിളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ അവരൊക്കെ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകും കേട്ടോ. അപ്പം പിന്നെ കുട്ടികൾ വീഡിയോ ഉണ്ട്. പിന്നെ ഫോൺ വാങ്ങിയിട്ട് കുട്ടികളാണ് പോയിട്ടുള്ളത്. വീഡിയോ ലാസ്റ്റ് എത്തിയപ്പോൾ പകുതി ഇന്നൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അവരൊക്കെ ചാടി കഴിഞ്ഞാൽ ഞങ്ങളും ചാടിക്കായിരുന്നു. നമുക്ക് മരുന്ന് ചോറൊക്കെ വന്നതല്ലായിരുന്നു. കുട്ടികളൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ആദ്യം തന്നെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണ് പിന്നെ വന്നത്. അങ്ങനെ സ്നേഹിതികളും ജാബിളിയും പുതിയമ്മൊക്കെ നിന്നിങ്ങനെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അവിടെ. ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. ഞങ്ങളെല്ലാവരോടും അസ്സലാമു അലൈക്കും.